ഒരു സർക്കാർ എങ്ങനെ പ്രവർത്തിക്കരുത് എന്നതിൻ്റെ ഏറ്റവും കൃത്യമായ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് നമ്മുടെ കർണാടക സർക്കാർ. അടുത്ത കാലത്ത് BJPയിൽ നിന്നും ഭരണം മാറുകയും ആ ഭരണം ഏറ്റെടുത്തുകൊണ്ട് സിദ്ധരാമയ്യയും DK ശിവകുമാറും എല്ലാം ഉൾപ്പെടുന്ന വമ്പൻ സർക്കാർ അവിടെ അധികാരത്തിൽ വരികയും ചെയ്തു. പക്ഷേ ഒരു സർക്കാരിൻ്റെ പ്രവർത്തനം എങ്ങനെ എന്ന് വളരെ പെട്ടെന്ന് മനസ്സിലാകാവുന്ന സംഭവമാണ് ഷിരൂരിൽ ഉണ്ടായ മണ്ണിടിച്ചിലും അതിനെ തുടർന്ന് ആ കർണാടക സർക്കാർ നടത്തിയ ദുരന്ത നിവാരണ പ്രവർത്തനവും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഫലത്തിൽ ഈ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന തോന്നലിൽ നിന്ന് ആ ഒരു പ്രതീതിയിലായിരുന്നു കർണാടകത്തിൻ്റെ ഈ വിഷയത്തിലെ ഇടപെടൽ. ഏറെ വേദനിപ്പിക്കുന്ന സംഭവം അതൊരു ലോറി ഡ്രൈവർ അല്ലേ എന്ന ചോദ്യം പോലും ആദ്യഘട്ടത്തിൽ ഉയർന്നു എന്നുള്ളതാണ്. അതായത് ഓരോ തട്ടുകളായി നിന്നുകൊണ്ടാണ്, ഓരോ വലിയ ആളുകൾ പെട്ടുകഴിഞ്ഞാൽ മാത്രം രക്ഷാപ്രവർത്തനം നടത്തണം എന്ന തരത്തിൽ ഉള്ളൊരു മാനസികാവസ്ഥ പോലും അവിടുത്തെ ഭരണകൂടത്തിനുണ്ടായിപ്പോയി എന്നുള്ളതാണ് ഫലത്തിൽ എടുത്തു പറയേണ്ടത്. തുടക്കം തന്നെ പറയാം, വളരെ വൈകി നടത്തിയൊരു രക്ഷാപ്രവർത്തനം, അതും കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങളും പ്രതിപക്ഷവും ഒപ്പം തന്നെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ നടത്തിയ ഇടപെടൽ, മണിക്കൂറുകൾ നീളുന്ന തത്സമയ സംരക്ഷണം ഉൾപ്പെടെ നടത്തിയ ഇടപെടലിലൂടെയാണ് ഈ വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലൊരു ഇമ്പാക്റ്റ്, ഒരു തെരച്ചിലിനെങ്കിലും ആ സർക്കാർ തയ്യാറായത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഇവിടുത്തെ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ സംസ്ഥാനത്ത് നിന്ന് പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ഒക്കെ വിളിക്കും, അവിടെ നിന്നൊരു നടപടി ഉണ്ടാകും. പക്ഷെ അതിനപ്പുറത്തേക്ക് മാധ്യമങ്ങൾ തുടർച്ചയായി നടത്തിയ തത്സമയ ദൃശ്യങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായി ഇതിൽ മാറി എന്നുള്ള യാഥാർത്ഥ്യമാണ് നിലനിൽക്കുന്നത്. അതോടുകൂടി ഇവിടെയുള്ള കോൺഗ്രസ് നേതൃത്വത്തിനടക്കം ഇപ്പോൾ KC വേണുഗോപാലിനൊക്കെയാണ് ഇതിൽ കാര്യമായ, പ്രത്യേകിച്ചൊരു മലയാളി ഇതിൽ പെടുന്ന സമയത്ത് അത് കോൺഗ്രസിൻ്റെ ഒരു സർക്കാർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൂടി തെളിയിച്ച് കാണിക്കേണ്ട ഒരു ബാധ്യത കോൺഗ്രസിനെ സംബന്ധിച്ച് ഫലത്തിൽ ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒപ്പം തന്നെ KC വേണുഗോപാലും ഒക്കെ വളരെ സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ട് മാത്രമാണ് എന്തെങ്കിലും ഒരു തിരച്ചിലേക്ക് പോലും ആ സർക്കാർ കടന്നത് എന്നുള്ളതാണ് ഏറെ ലജ്ജാകരമായിട്ടുള്ളത്. ആദ്യം തുടക്കത്തിൽ 1-2 JCBയുമായി തുടങ്ങിയ ഒരു രക്ഷാപ്രവർത്തനം അത് എത്ര വലിയൊരു ലാൻഡ് സ്ലൈഡാണ് എന്നുള്ളത് അവിടെ നിന്നുള്ള വാർത്തകൾ, ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്ര വലിയൊരു മണ്ണ് മാറ്റാൻ 1-2 JCBയുമായി ഇറങ്ങുന്ന ഒരു സർക്കാർ സംവിധാനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഞെട്ടിക്കുന്ന ഒന്ന്. ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി എന്ത് എന്ന് കൃത്യമായി തിരിച്ചറിയാൻ പോലും ആ സർക്കാരിന് കഴിഞ്ഞില്ല, സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞില്ല, ജില്ലാ ഭരണകൂടത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ എടുത്ത് കാണേണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവം. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ തുടക്കത്തിൽ തന്നെ ഒരു സൈന്യത്തിൻ്റെ സഹായമടക്കം ലഭ്യമാക്കാൻ ഇപ്പോൾ NDRF സംഘമടക്കം എത്രയോ വൈകിയാണ് എത്തുന്നത്. NDRFിൻ്റെയും സൈന്യത്തിൻ്റെയും ഒക്കെ സംവിധാനങ്ങൾ എത്തുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ കൂടി അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ്. ഓരോ സ്ഥലത്തും ഇത്തരം സംഘങ്ങൾ, നേവി അടക്കം എത്തുക, സംസ്ഥാന സർക്കാർ വിളിക്കണം. അല്ലാതെ ഒരു സംസ്ഥാനത്തിനുള്ളിൽ നടക്കുന്ന ഒരു സംഭവത്തിൽ സംസ്ഥാന സർക്കാരാണ് ഫസ്റ്റ് ഇടപെടൽ നടത്തേണ്ടത്. വരണം, ഏറ്റവും അടിയന്തരമായ ഇടപെടണം, ഒന്നുകിൽ പ്രധാനമന്ത്രിയെ വിളിക്കണം. ഇപ്പോൾ ഈ ഒരു ഈഗോ പലപ്പോഴും സംസ്ഥാന സർക്കാരുകൾക്കിടയിൽ ഉണ്ടാകാറുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതായത് കേന്ദ്രത്തിൽ നിന്നൊരു സേന വന്ന്, സൈന്യം വന്ന് ഇവിടെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് കേന്ദ്രം കൊണ്ടുപോകുമോ എന്നുള്ള സംശയങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. നമ്മളിവിടെ മഹാപ്രളയം ഉണ്ടായ സമയത്തും ആദ്യഘട്ടത്തിൽ സൈന്യത്തെ വിളിക്കണമെന്ന് ചെങ്ങന്നൂർ MLA ആയ സജി ചെറിയാനെ പോലുള്ളവർ പറഞ്ഞപ്പോൾ പോലും അപ്പോഴും ഒരു വിമുഖത ഉണ്ടായിരുന്നു. അവിടെ മത്സ്യത്തൊഴിലാളികളെ ഇറക്കി, ഫലത്തിൽ അങ്ങനെ കേരളത്തിൻ്റെ സൈനികർ അവരാണ് എന്നൊക്കെയുള്ള ഒരു താരതമ്യപ്പെടുത്തലിന് പോലും ഇവിടെ ഒരു അന്തരീക്ഷം ഉണ്ടായി എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ്. ആ യാഥാർത്ഥ്യത്തെ നമ്മൾ മറന്നു പോകാൻ കഴിയില്ല. കാരണം സൈന്യം വന്ന് ചെയ്താൽ അത് കേന്ദ്രം ഇടപെട്ടു, കേന്ദ്രത്തിൻ്റെ രക്ഷാപ്രവർത്തനം എന്ന നിലയിൽ അവതരിപ്പിക്കപ്പെടുമോ? ഇതിനെല്ലാം പിന്നിലൊരു രാഷ്ട്രീയമുണ്ടല്ലോ, ഒരു വില കുറഞ്ഞ രാഷ്ട്രീയമുണ്ടല്ലോ. എല്ലാ പാർട്ടികളെ സംബന്ധിച്ച് അവരെ ഓരോ സ്ഥലത്തും രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇവിടെ എല്ലാം ഉയർന്നു വരുന്നത്. അവിടെയാണ് ഈ സൈന്യത്തിൻ്റെ അടക്കം സേവനം വിളിക്കുന്നതിലടക്കം ഇവർ നടപടിയെടുത്തില്ല. ഇപ്പോൾ ഈ വണ്ടിയുടെ ഉടമ അടക്കമുള്ളവർ ഒരു ചെറു സംഘം ആദ്യം അവിടെ എത്തിയപ്പോൾ അവരെ പോലും അവിടേക്ക് കടത്തിവിടാൻ തയ്യാറാകാതെ അവരോട് ആക്രോശിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തുന്നു. ആദ്യ ഘട്ടത്തിലൊന്നും അവരെ ആരെയും അങ്ങോട്ടേക്ക് കടത്തിവിട്ടില്ല. അതിനൊക്കെ കാരണമായി ചൂണ്ടിക്കാണിച്ചത് ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട് എന്നൊക്കെ ഉള്ളതാണ്. പോട്ടെ, മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട് എങ്കിൽ
അതിന് ഉതകുന്ന തരത്തിലുള്ള സംവിധാനങ്ങളെ അവിടേക്ക് എത്തിക്കണ്ടേ? അവരല്ലേ തരുന്നത്? നമുക്കറിയാം, കേരളത്തിലാണെങ്കിൽ ഒരുപക്ഷെ ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇനിയിപ്പോൾ കോൺഗ്രസ് ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, ഇനി ആര് ഭരിച്ചാലും ഇങ്ങനെ ആയിരിക്കില്ല ഉണ്ടാകുക എന്ന് പറയേണ്ടി വരും. അതിന് സർക്കാരുകളുടെ മേന്മ മാത്രമായിരിക്കില്ല ഇവിടുത്തെ ജനങ്ങളുടെ ഇടപെടൽ. ഒപ്പം തന്നെ ഇവിടുത്തെ മാധ്യമങ്ങൾ തുടർച്ചയായി ഇത്തരം കാര്യങ്ങൾ, ഇപ്പോൾ ജോയി എന്ന മനുഷ്യൻ ആമയിഴഞ്ചാൻ തോട്ടിൽ വീണപ്പോൾ എത്ര എഫർട്ട് ഇവിടുത്തെ ഫയർഫോഴ്സ് എടുക്കുന്നു എന്നുള്ളതാണ്. അതിന് സമ്മർദ്ദം ചെലുത്തുന്ന തരത്തിലേക്ക് മാധ്യമങ്ങളുടെ തത്സമയ റിപ്പോർട്ടിങ്ങും വളരെ പ്രധാനപ്പെട്ടതായി. യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ അതിനൊരു വലിയ വാർത്ത കൊടുത്തിരുന്നില്ല, തത്സമയ ദൃശ്യമൊന്നും അങ്ങനെ അങ്ങ് കൊടുത്തില്ല എങ്കിൽ അവിടെ അത്രത്തോളം എഫർട്ട് ഉണ്ടാകുമെന്ന് നമുക്കിപ്പോൾ കരുതാൻ വയ്യ. അങ്ങനെയാണ് ഈ മാധ്യമങ്ങളുടെ റോള് പലപ്പോഴും പ്രധാനപ്പെട്ടതായി ഉയർന്നു വരുന്നത്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അവിടെയാണ് ഈ സംഭവത്തിലും മാധ്യമങ്ങൾ വഹിച്ച പങ്കിനെക്കുറിച്ച് പറയേണ്ടി വരുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇത്തരം ദുരന്തമുഖം, ഇപ്പോൾ പെട്ടിമുടിയിൽ 100-ലധികം മനുഷ്യർ മരിച്ച സ്ഥലത്ത് പോലും തുടർച്ചയായി എത്രയോ ദിവസത്തെ രക്ഷാപ്രവർത്തനമാണ് നമ്മുടെ സംവിധാനങ്ങൾ നടത്തിയത് എന്നുള്ളതാണ്. കവളപ്പാറയും കൂട്ടിക്കലും അങ്ങനെ ഓരോ സ്ഥലത്തും കേരളത്തിൽ എത്രയെത്ര ദുരന്തങ്ങളുണ്ടായി. അവിടെ എല്ലായിടത്തും ഇപ്പോൾ നോക്കൂ, ജോയി എന്ന ഒരു മനുഷ്യൻ അത്രയും മാലിന്യ തോട്ടിലാണ് വീഴുന്നത്. ഇപ്പോൾ കർണാടകയിലാണെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ അവരിറങ്ങി അത് പരിശോധിക്കാൻ പോലും തയ്യാറാകില്ല. അത് മാലിന്യമല്ലേ എന്ന് പറഞ്ഞ് മാറി നിൽക്കുമോ എന്ന സംശയം പോലും ഉണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന വീടുൾപ്പെടെ ഒഴിഞ്ഞു പോയത് സാധാരണ മനുഷ്യരാണ്. ലക്ഷ്മണൻ ചേട്ടനും കുടുംബവും ഒക്കെ പോയത് അവിടെ അതുവഴി യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ച് വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആ മനുഷ്യർക്ക് വേണ്ടി ഒരു മനുഷ്യത്വത്തോടെ പെരുമാറാൻ ആ സർക്കാരിന് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ എന്തൊരു ദുരന്തമാണ് കർണാടകയിലെ സർക്കാർ എന്നുകൂടി തീർച്ചയായും പറയേണ്ടി വരുന്ന ഒരു സ്ഥിതിയാണ്. നമ്മൾ ഇത്രയും ദിവസം ഈ സംഭവം ഉണ്ടായിട്ടും ഇതിനെക്കുറിച്ച് അങ്ങനൊരു വീഡിയോ ചെയ്യുന്നതിനെക്കുറിച്ച് പോലും ആലോചിച്ചിരുന്നില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 90% മണ്ണ് നീക്കി എന്ന് പറയുമ്പോൾ പല ചാനലുകളിലും ആകാശ ദൃശ്യങ്ങളടക്കം വരുന്നുണ്ട്. അവിടെയുള്ള സൈനിക ഉദ്യോഗസ്ഥരടക്കം പറയുന്നുണ്ട് പകുതി മണ്ണ് പോലും, 50% മണ്ണ് പോലും മാറ്റിയിട്ടില്ല എന്നുള്ളത്. അപ്പോഴും 2, 3, 4 JCB ഉപയോഗിച്ചുള്ള പണികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയും ചെറിയ നിലയിലേക്ക് ഇതിനെ ചുരുക്കുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി സിദ്ധരാമയ്യൊക്കെ 6-ാം ദിവസം അവിടെ എത്തുന്നു. അതിന് മുൻപ് HD കുമാരസ്വാമി, ഒരുപക്ഷെ കേന്ദ്രമന്ത്രി, അവിടെ എത്തി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അവിടെ കർണാടക സർക്കാരിനാണ് ഇതിൽ പ്രാഥമികമായ ഉത്തരവാദിത്തമുള്ളത്. അവിടെ സൈന്യത്തെ 6-ാം ദിവസമാണ് എത്തിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്തൊരു കഷ്ടമാണ്, ലജ്ജാകരമാണ് ഈ ഭരണം, കർണാടക ഭരണം എന്നുള്ളതാണ്. കർണാടക ഭരണത്തിൻ്റെ പല ദുരന്തങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ പ്രാദേശിക മനുഷ്യർക്ക്, അവിടെയുള്ളവർക്ക് കൂടുതൽ സംവരണം നടത്താനുള്ള നീക്കങ്ങൾ നടത്തുന്നു. അങ്ങനെ ഒരു 100,000 കെടുതികളാണ് അവിടെ. ഈ ദുരന്തത്തെക്കാൾ വലിയ ദുരന്തമായി അവിടുത്തെ സർക്കാർ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ സംഭവങ്ങൾക്കൊക്കെ പിന്നാലെ എടുത്ത് കാണപ്പെടുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും രാഹുൽ ഗാന്ധി എവിടെ എന്ന സംശയം കൂടി അവസാനം ചോദിക്കുകയാണ്. ഇത്രയധികം വലിയ സംഭവം ഉണ്ടാകുന്ന സമയത്ത് അതിശക്തമായി ഒരു രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒക്കെ ഇടപെടൽ ആവശ്യപ്പെടാൻ രാഹുൽ ഗാന്ധിയെയും കാണാനില്ല. നിങ്ങളുടെ ഈ വിഷയത്തിലെ അഭിപ്രായം എന്തെന്നും കൂടി കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ലൈക്ക് ചെയ്യണേ ഇഷ്ടപ്പെട്ടാലും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം. നന്ദി.